10 വർഷം അല്ലെങ്കിൽ 20 വർഷം ജയിലിൻ്റെ ഉള്ളിൽ കഴിയേണ്ട ഒരു അവസ്ഥയായിരുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. ഞാനും അവരും ആയിട്ട് ഒരു ഇടപാടും ഉണ്ടായിട്ടില്ല. അവളുടെ സ്വർണം എടുത്തു, സ്ഥലത്തിന് വിറ്റു എന്നൊക്കെ പറയും. ഇവള് ഫ്ലൈറ്റിൽ പോണ് വരുന്നു, ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ പോയിട്ട് വരാറുണ്ട്. അവൾക്ക് ആരോ സ്പോൺസർ ചെയ്യാനായിട്ട് ബാംഗ്ലൂരിലുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ബാഗിലും ഇതും വരുന്നു. തലേ ദിവസം എൻ്റെ റൂമിൽ അവൾ കിടന്നു. അതായത് അതിൻ്റെ മുമ്പ് എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളവർ എന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. എന്നെക്കുറിച്ച് അറിയണവർക്ക് അറിയാം, അറിയാത്തവർ പലവരും എന്തിനു വേണ്ടിയാണ് ചെയ്തത്, നിസാര ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവും. എത്ര അപമാനങ്ങൾ സഹിച്ചെങ്കിലും അതെല്ലാം പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ദൈവം തന്നത് കൊണ്ടാണ് എനിക്ക് അത് നിൽക്കാൻ പറ്റുന്നത്. ജയിലിൽ പോയ സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആത്മഹത്യനെ കുറിച്ച്. പക്ഷെ അതിൽ നിന്നൊക്കെ ദൈവം എന്നെ തട്ടി മാറ്റി. ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ മുഖ്യ ആസൂത്രകർ ലിവിയ ജോസ് ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ പകയിൽ ഒരു പാവം സ്ത്രീ 72 ദിവസം ജയിലിൽ കടക്കേണ്ടി വന്നു. തുടർന്ന് ആ കുടുംബം മുഴുവൻ ഇന്ന് കുട്ടിച്ചോറാവുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് ഷീല സണ്ണിയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാൾ 2 വർഷത്തോളം ആവുന്നു ഇപ്പോൾ കഴിഞ്ഞു കേസ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ അതിൻ്റെ മുഖ്യ ആസൂത്രകയായിരുന്ന ലിവിയ ജോസ് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അന്നൊക്കെ നമ്മൾ ഈ ഒരു കേസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ചേച്ചി ജയിലിൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് വന്നതിന് ശേഷമൊക്കെ ഒരു ഇൻ്റർവ്യൂ എടുത്തു. പക്ഷെ അന്നൊന്നും നമ്മൾ ധാരാണ് ചെയ്തിരുന്നത് നമുക്ക് വ്യക്തമായി പറയാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ മറ്റൊരു ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഇടപെടൽ കാണാൻ സാധിക്കും. ഒരുപക്ഷെ അവരുടെ തന്നെ വായിൽ നിന്ന് വന്നു യഥാർത്ഥ ലഹരി സ്റ്റാമ്പാണ് ഓർഡർ ചെയ്തത്, പക്ഷേ ലഭിച്ചത് വ്യാജമായിപ്പോയി. അത് ഒരുപക്ഷെ അവരുടെ പ്ലാനുകളെല്ലാം പൊളിക്കപ്പെടേണ്ട അവസ്ഥ വന്ന് ഈ ഒരു നിമിഷത്തിലായിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു കരസ്പർശമായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ജീവിതകാലം മുഴുവൻ ജയിലിലോ അല്ലെങ്കിൽ ഇതിലും മോശമായ അവസ്ഥയിലേക്ക് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതം പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയാനെ. എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര വലിയ കാരുണ്യമാണ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒറിജിനലാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ല, 10 വർഷം അല്ലെങ്കിൽ 20 വർഷം ജയിലിൻ്റെ ഉള്ളിൽ കഴിയേണ്ട ഒരു അവസ്ഥയായിരുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. ഇവർ വിചാരിച്ചു ഞാൻ ജീവിതകാലം മുഴുക്കം ജയിലിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. പക്ഷെ എല്ലാം കാണുന്ന ദൈവം ഒരാൾ മുകളിലുണ്ടായിരുന്നല്ലോ. അപ്പം ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞെങ്കിലും മതിയാവില്ല. ഈ കണ്ണിച്ചോറയില്ലാത്തൊരു പ്രവൃത്തി എന്ന് പറയാം അല്ലേ? ജീവിതകാലം മുഴുവൻ ഒരാൾ, അതിപ്പോൾ എത്രയൊക്കെ കുടുംബ വഴക്കിൻ്റെയൊക്കെയോ എന്തൊക്കെ വന്നാലും കണ്ണിച്ചോറയില്ലാത്തൊരു പ്രവൃത്തി അതും ഒരു പെൺകുട്ടി ചെയ്യുന്നു. ഒരു ജീവിതം തന്നെ, ഒരു കുടുംബം മുഴുവനാണ് അത് ഇല്ലാതാക്കിയത്. ഇപ്പോഴും അതിൻ്റെ ഒരു ദുരവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരുന്നു ഇത്രയും വലിയൊരു പക അവർക്ക് ചേച്ചിയോട് തോന്നാനായിട്ട്? അത് ഇപ്പോഴും ഞാൻ എല്ലാ ചാനലിലും പറയുന്നത് അത് തന്നെയാണ്. ഇത്ര വലിയ കൊടും ചതി ചെയ്യാനായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിൽ. സാധാരണ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം പറഞ്ഞെങ്കിൽ ഞാനും അവരും ആയിട്ട് ഒരു ഇടപാടും ഉണ്ടായിട്ടില്ല. അവളുടെ സ്വർണം എടുത്തു, സ്ഥലത്തിന് വിറ്റു എന്നൊക്കെ പറയുന്നത്. സ്വർണം എടുത്തത് മോനാണ്. അത് മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ വേണ്ടി. അത് അവളുടെ വീട്ടുകാരൻ്റെയും ഭാര്യയുടെയും സമ്മതത്തോട് കൂടിയിട്ടാണ് വിറ്റതല്ല, പണയം വെച്ചിട്ടാണ് മൊബൈൽ ഷോപ്പ് തുടങ്ങിയത്. അത് അവൻ കുറച്ചായിട്ട് എടുത്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിൽ ഞാനായിട്ട് ഒരു ഇടപാടും ഉണ്ടായിട്ടില്ല. അവർ എൻ്റെ കയ്യിൽ സ്വർണം തരിക, ഞാൻ കൊണ്ടുപോയി വെക്കുക, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സ്ഥലം 20 സെൻറ്റ് സ്ഥലം അതിൽ 10 സെൻറ്റ് സ്ഥലം അനിയത്തിക്കും 10 സെൻറ്റ് സ്ഥലം ചേച്ചിക്കും അവർ എഴുതി കൊടുത്ത്. അപ്പോൾ മരുമോളുടെ പേരിലുള്ള 10 സെൻറ്റ് സ്ഥലം അവളുടെ മരുമോളും അവളുടെ അമ്മയും കൂടിയിട്ടാണ് അവരുടെ വീടിന് മറ്റൊരു സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് രണ്ടാമത് മൊബൈൽ ഷോപ്പ് തുടങ്ങിയത്. അപ്പം ഒന്നും മോനും ഒന്നും മരുമോളുമാണ് ആ ഷോപ്പ് കൊണ്ടുപോയത്. പക്ഷെ ഞാനിതിൽ ഒരു ഇടപാടുമില്ല. എനിക്ക് ഷോപ്പ് എവിടെയായിരുന്നു? രണ്ടും ചാലക്കുടിയിൽ തന്നെയായിരുന്നു. അപ്പം ഈ മൊബൈൽ ഷോപ്പ് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. നമ്മൾ ആദ്യം സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുകയാണ്. വീണ്ടും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതെങ്ങനെ വിജയിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ അവരുടെ സ്വന്തം ഇഷ്ടം. അപ്പം മോന് ബോംബെയിലായിരുന്നു കല്യാണം സമയത്ത്. അപ്പം മരുമോൾക്ക് താല്പര്യം ഉണ്ടായില്ല ബോംബെയിൽ പോണത്. അങ്ങനെ അവളുടെ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് മൊബൈൽ ഷോപ്പ്, അവരുടെ ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ഞാൻ എൻ്റെ ഈ പാർലർ കൊണ്ടുള്ള
ഇത് വരുമാനം വെച്ചിട്ടാണ് എനിക്ക് ബാധ്യതയുണ്ടായി, അതും തീർക്കണം, കുടുംബ ചെലവും എല്ലാം നോക്കിക്കൊണ്ടുപോയത് ഞാനാണ്. പിന്നെ ഞാൻ ഇറ്റലിയിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു കൊണ്ടുണ്ടായി. അപ്പം ഞാൻ ഇവരോട് സാമ്പത്തിക സഹായം ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർ വിസ കിട്ടുമ്പോൾ എന്നെ സഹായിക്കാണ് പറഞ്ഞിട്ടുണ്ടായി, അല്ലാണ്ട് വേറെ ഒരു സാമ്പത്തിക ഇടപാടും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പം പറയണത് അവർ സ്വഭാവ ദൂഷ്യം ഞാൻ പറഞ്ഞു. സ്വഭാവ ദൂഷ്യം ഞാൻ പറഞ്ഞെങ്കിൽ നാട്ടുകാരോടും വീട്ടുകാരോടും ഞാൻ പറഞ്ഞു നടക്കണമായിരുന്നു. ഞാൻ അവരുടെ നാട്ടുകാരായിട്ട് ആരായിട്ട് ബന്ധമില്ല. പിന്നെ അവരുടെ വീട്ടുകാരായിട്ടും എനിക്കധികം, കല്യാണത്തിന് വന്നപ്പോൾ എല്ലാവരെയും കണ്ടു. ഈ സംഭവം നടക്കുമ്പോൾ 1 വർഷം ആവണുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ വീട്ടുകാർ 1 or 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് അധികമായിട്ട് ആരായിട്ടുമില്ല. അവരുടെ ഫോൺ നമ്പറോ എൻ്റെ ഫോൺ നമ്പറോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ എൻ്റെ അയൽക്കാരോടും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവളുടെ ജീവിത രീതി ഞങ്ങളിപ്പോൾ വീട്ടിൽ സംസാരിക്കും. ഇവള് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോണ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ സാധാരണ വീട്ടുകാരാണ്, ചെറിയ അപ്പൻ കൂലി ജോലി, അങ്ങനെ സാധാരണ വീട്ടുകാർ. ഇവള് ഫ്ലൈറ്റിൽ പോണ് വരുന്നു, ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ പോയിട്ട് വരാറുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, സാധാരണ ഒരു വ്യക്തി ഇങ്ങനെ പോണ്, എങ്ങനെയാ പൈസ കിട്ടണേ? പഠിക്കണ ജോലിയാണെങ്കിൽ നമ്മൾ ചോദിക്കൂല, ജോലി ചെയ്ത് ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക. പക്ഷെ പഠിക്കണ ഒരു പെൺകൊച്ചിന് എങ്ങനെയാണ് ഇങ്ങനെ കിട്ടണ, നല്ല നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഇടണ? അപ്പം നമ്മൾ സാധാരണയായിട്ട് അത് മരുമോളോട് ചോദിക്കും, അല്ലാണ്ട് അവരോട് നമ്മൾ അങ്ങനെ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കും ഇതൊക്കെ എങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്, മരുമോള് പറയും അവൾക്ക് ആരോ സ്പോൺസർ ചെയ്യാനായിട്ട് ബാംഗ്ലൂരിലുണ്ട്, മോഡലിംഗ് ചെയ്യണം ഞങ്ങളോട് പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പോഴാണ് ചാനലിലൊക്കെ പറയണത് മാനേജ്മെന്റ് പഠിക്കണം. എന്നോടൊക്കെ പറഞ്ഞിട്ടുള്ളത് മോഡലിംഗ് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിനാരോ സ്പോൺസർ ചെയ്യാനുണ്ട്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് നാരായണദാസിനെ അറിയില്ല. അപ്പം പറയുന്നത് നാരായണദാസിനെയും ഇവളെയും കുറിച്ച് ഞാൻ അപവാദം പറഞ്ഞിട്ടുണ്ടായി. ഇപ്പോഴാണ് ഈ കേസ് വന്നപ്പോഴാണ് എനിക്ക് ഈ നാരായണദാസിനെ കുറിച്ചൊക്കെ അറിയണത്. അങ്ങനെ അറിയണ ഞാൻ ആദ്യം എങ്ങനെയാണ് ഇവരെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുക? ഈ അന്ന് അറസ്റ്റായ സമയത്ത്, ഇങ്ങനെ ഒരു വ്യാജ ലഹരി പിടിക്കുന്ന സമയത്ത് അന്ന് തോന്നിയിരുന്നോ ഇതിന് പിന്നിൽ ഈ പറഞ്ഞ പോലെ ലിവിയാണ് എന്ന്? അന്ന് തന്നെ നമുക്ക് സംശയം ഉണ്ടായില്ല. ചേച്ചി അന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്തായാലും ഇത് ചേച്ചി വെച്ചതല്ല, ആരോ കൊണ്ട് വെച്ചതാന്ന് മനസ്സിലായി. ഇത് ആരുടെ ഗൂഢാലോചനയാണെന്ന് മനസ്സിലായിരുന്നു. ഇവർ തന്നെയായിരുന്നു എന്ന് ഉറപ്പായിരുന്നു. മനസ്സിലായിരുന്നു. അതായത് പിടിച്ച സമയത്ത് എനിക്ക്, ഞാൻ പറഞ്ഞത് പിടിച്ച സമയത്ത് പിടിക്കുന്ന തലേ ദിവസം വീട്ടിലുണ്ടായി. പക്ഷെ എന്നോട് നല്ല സ്നേഹത്തിലായിരുന്നു, ചിരിച്ചും കളിച്ചിട്ടും ഒക്കെയാണ് പിരിഞ്ഞു പോയത്. ഞായറാഴ്ച വൈകിട്ട്, തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് എന്നെ പിടിക്കുന്നത്. അപ്പം എക്സൈസുകാർ എന്നെ പിടിച്ചിട്ട് പോയി ഇത് കണ്ടെടുത്ത് അവർ പോയി ചോദ്യം ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോയി ആരെങ്കിലുമൊക്കെ സംശയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് ആരെയും സംശയമില്ല, ഇത്ര വലിയ ക്രൂരത ചെയ്യാനായിട്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, അത്ര വലിയ ശത്രുക്കളും എനിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അവരെന്നോട് ചോദിച്ചു, ബാംഗ്ലൂരിൽ ഈ സാധനം ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുമെന്നാ പറയുന്നത്. അപ്പം ബാംഗ്ലൂരിൽ ഉള്ള ആരെങ്കിലും പരിചയം ഉണ്ടോ? അപ്പോൾ എൻ്റെ മോനാണ് എക്സൈസ് ഓഫീസറോട് പറയുന്നത്, എൻ്റെ ഭാര്യയുടെ അനിയത്തി വീട്ടിലുണ്ടായി, അവള് ബാംഗ്ലൂരിലാണ്. അപ്പം ഞാൻ ഓഫീസറോട് പറയുന്നത് അവരെന്നെ ചതിക്കൂല, അവരെന്നെ ചതിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പ്രശ്നം മോന് പറഞ്ഞപ്പോൾ അവരുടെ ഫാമിലിയിൽ തമ്മിൽ ഇഷ്യൂ ആയി, മരുമോള് പിണങ്ങിപ്പോയി, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോനാകെ മാറി. പിന്നെ മോന് ഞങ്ങളുടെ ഭാഗത്തല്ലായിരുന്നു. പിന്നെ അവൻ പറയണത് അവരെല്ലാം ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ മോൻ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ടെസ്റ്റ് അപ്പൊക്കെ ഉണ്ടായി. ജയിലിലൊക്കെ 2-3 പ്രാവശ്യമൊക്കെ കാണാൻ വന്നു. ഈ തലേ ദിവസം രാത്രി ഇവരിടയ്ക്കൊക്കെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ടായിരുന്നോ ഈ ലിവിയ എന്ന് പറഞ്ഞ പെൺകുട്ടി? ഞാൻ പറഞ്ഞെ 1 വർഷം 2 മാസം ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഒരു 2-3 പ്രാവശ്യം വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. 2022 നവംബറിലാണ് കല്യാണം കഴിയുന്നത്. അന്ന് ഈ ഡിസംബർ മാസം ആദ്യമായിട്ട് ക്രിസ്മസിന് സമയത്ത് അവൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് അപ്പച്ചനും മോനും എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ട് വന്നു. അപ്പം ഡ്രസ്സ് എടുത്തിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സൊക്കെയാണ് എടുത്തത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും വരുമല്ലോ ഇങ്ങനെ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ സംശയം ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളി പെരുന്നാൾ സമയത്ത് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സംഭവം നടക്കുമ്പോൾ വെറുതെ വന്നതാണ്. വെറുതെ അത് ചേച്ചീനെ കാണാനായിട്ട്, ചേച്ചീനെ കെട്ടിക്കൊടുത്ത വീടല്ല, അങ്ങനെ വരുമല്ലോ ഇപ്പൊ നാട്ടിലെല്ലാരും. ചേച്ചിയുടെ വാഹനം എടുത്ത് പോവായിരുന്നു.
വണ്ടി അപ്പൊ എടുക്കുമായിരുന്നു? ഒന്നും എടുക്കാറില്ല. ഈ സംഭവം നടക്കുന്ന തലേ ദിവസം എന്റെ വണ്ടി 2 വീലർ എടുത്ത് പോയായിരുന്നു. പക്ഷെ അന്ന് പോലീസുകാർ അപ്പൊ ഈ വിഷയത്തെ കുറിച്ചൊന്നും നോക്കിയൊന്നുമില്ല ഇങ്ങനെ? ഇല്ല നമ്മൾ അപ്പൊ ഇവരുടെ മേലെ സംശയം ഉണ്ടായില്ലല്ലോ എനിക്ക്. ഞാൻ സംശയം പറഞ്ഞെങ്കിലാണ്. എപ്പോഴായിരുന്നു ഇവർക്ക് അത് കഴിഞ്ഞതിന് ശേഷമാണോ? പിന്നെ ഞാൻ ജയിലിലേക്കൊക്കെ പോയിട്ടാണ്. എനിക്ക് ഈ മയക്കുമരുന്ന് LSDനെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ അവിടെ മയക്കുമരുന്ന് പ്രതികളോടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ LSD സ്റ്റാമ്പ് പറഞ്ഞെങ്കിൽ എന്താണ്, എങ്ങനെയാ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോഴാണ് അവർ പറയുന്നത് ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കിട്ടുക, നാക്കിൻ്റെ അടിയിൽ വെക്കുന്നതാണ്, ഭയങ്കര പവർ കൂടിയുള്ള സാധനമാണെന്നൊക്കെ പറയണത്. അപ്പോൾ അവർ പറഞ്ഞു ചേച്ചിക്ക് ആരെങ്കിലും ബാംഗ്ലൂരിൽ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ മരുമോളുടെ അനിയത്തിയുണ്ട്, പക്ഷെ അവൾ എന്നെ ചതിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ പിന്നെ എൻ്റെ ഹസ്ബൻഡും മരുമോനും ഒക്കെ എന്നെ ജയിലിൽ കാണാൻ വന്നിട്ടുണ്ടായി. അപ്പം അവർക്കും സംശയമായിരുന്നു ഇവളുടെ പേരിൽ. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ബാഗിലും ഇതും വരുന്നു. തലേ ദിവസം എൻ്റെ റൂമിൽ അവൾ കിടന്നു, ആ റൂമിലായിരുന്നു എൻ്റെ ബാഗ്. അപ്പോൾ സംശയം പിന്നെ എനിക്കും. ഞാൻ അപ്പോഴും അവരോട് പറയണത് അവരെന്നെ എന്തിനാ ചതിക്കണേന്നാ ഞാൻ അവരോട് ചോദിക്കണേ. അങ്ങനെ പിന്നെ നമുക്ക് ആ സംശയം ഇങ്ങനെ വന്നു, ഇനിയിപ്പോൾ ഇവളായിരിക്കാം. അങ്ങനെയാണ് നമ്മൾ അവരോട് പറഞ്ഞു. പിന്നെ ഇവരുടെ പ്രവൃത്തിയും അങ്ങനെയായിരുന്നു. ആ സംഭവം നടന്ന പിന്നെ ആയിട്ട് ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇപ്പോൾ ഒരു ബന്ധുക്കളാണ്, എൻ്റെ സ്വന്തം ബന്ധുക്കളാണ്. ആ സമയത്ത് എൻ്റെ മോള് ഗർഭിണിയായിരുന്നു. ഇവരൊന്ന് വിളിക്കുകയോ വന്ന് നോക്കുകയോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇവരായിരിക്കും. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ മോൻ വിളിച്ചായിരുന്നു, കണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു? ജയിലിൽ ഇറങ്ങിയതിനു ശേഷം മോനാണ് കൊണ്ടുവരാനൊക്കെ വന്നു. അപ്പൊ മോന് പറഞ്ഞു ഇങ്ങനെ, അവളുടെ പേര് പറഞ്ഞപ്പോൾ അവളുടെ ഫാമിലിയിൽ ഭയങ്കര ഇഷ്യൂ ആയി. അവളുടെ വീട്ടിലൊന്നും കേറ്റുന്നില്ല. അപ്പൊ അവളിടയ്ക്ക് അവളുടെ വീട്ടിലേക്ക് പോകും മരുമോൾ. അപ്പൊ ഇവൻ തനിച്ചാണ്. ഞാൻ അന്ന് ആ പേര് പറയണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അതെന്റെ വായിൽ നിന്ന് വന്നു പോയതാണെന്നൊക്കെ മോന് അങ്ങനെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മരുമകളായിട്ട് എങ്ങനെയായിരുന്നു? മരുമകളായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്ക് ഇപ്പോൾ 2 മൊബൈൽ ഷോപ്പ് ഉണ്ടായിന്ന് പറഞ്ഞല്ലോ. ഒരു മൊബൈൽ ഷോപ്പ് മരുമോളായിരുന്നു, ഒരു മൊബൈൽ ഷോപ്പ് മോനാണ്. അപ്പൊ കാലത്ത് എല്ലാവരും കാലത്ത് ഇറങ്ങും, ഞാൻ പാർലറിലേക്ക് ഇറങ്ങും. അപ്പൊ എനിക്ക് മോന് കാറിൽ വരും, കാലത്ത് നേരത്തെ വരും. 10 മണിയാകുമ്പോൾ ഞാനും മരുമോളാണ് എൻ്റെ വണ്ടിയിൽ. അവൾ എന്നെ ബാക്കിലിരുത്തിയിട്ട് എന്നെ പാർലറിൻ്റെ അവിടെ ഇറക്കി വിടും. അവള് മൊബൈൽ ഷോപ്പിലേക്ക് പോകും. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ്. അവൾ വന്ന് എന്നെ പിക്കപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് വരും. ഷോപ്പിങ്ങിന് പോകണമെങ്കിലും ഒരുമിച്ച് പോകും. പക്ഷെ ഇവർക്ക് ഇത്ര വലിയ ചതി ഇവരുടെ മനസ്സിലുണ്ടായിന്ന് എനിക്ക് പറയാനുള്ളത്, ഇത് ഇവര് പറയണ മാതിരി ഇവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇവരുടെ സ്വത്തോ അത് എടുത്തിട്ടില്ല, അപവാദം പറഞ്ഞിട്ടില്ലാണ് അറിയാം. എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. എന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അതായത് അവൾ കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോൾ അവര് ജീവിച്ച രീതി വേറെ, ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നമ്മുടെ ജീവിത ഇത് വേറെ മാതിരിയാണ്. അപ്പോൾ അവർക്ക് തനിച്ചിരിക്കണം. ഇപ്പം നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ ഇടുന്ന വസ്ത്രത്തിനൊക്കെ സാധാരണ നമ്മൾ പറയും നല്ല വസ്ത്രമൊക്കെ ഇടാനായിട്ട്, മൊബൈൽ ഷോപ്പിലൊക്കെ പോയി ഇരിക്കണതല്ല. അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ഫാസ്റ്റ് ഭക്ഷണം ഇപ്പം എന്ത് വേണമെങ്കിലും ഹെൽത്തി ഫുഡ് കഴിച്ചെങ്കിൽ ഞാൻ ഇപ്പം ആരും ഒന്നും പറയില്ല. പക്ഷെ ഫുഡ് ഇങ്ങനെ ഹോട്ടലിൽ നിന്നൊക്കെ എപ്പോഴും വാങ്ങി കഴിക്കുമ്പോൾ നമ്മൾ പറയില്ല. ഇപ്പം ആരാണെങ്കിലും പറയില്ല. ഇപ്പം എൻ്റെ മോളോടാണെങ്കിലും ഞാൻ പറയും അത് കഴിക്കണ്ട, നല്ല ഹെൽത്തി. അപ്പം അതൊന്നും അവർക്ക് ഇഷ്ടാവണില്ല. അപ്പം എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കണം. പിന്നെ ഇങ്ങനെ കുടിക്കുകയെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ ജയിലിലായിരിക്കും. പിന്നെ എൻ്റെ കുടുംബം പറഞ്ഞെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഇത് പ്രശ്നമുള്ള ആൾക്കാരാണ്. അപ്പം എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഞാൻ ജയിലിലായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാം കാണുന്ന ദൈവം പറഞ്ഞ ഒരാൾ മുകളിൽ ഇരിപ്പുണ്ടല്ലോ. ഈ മകനും മരുമോളും ഇപ്പോൾ ഒരു ബന്ധവുമില്ല. മകനും മകൻ ഇതില് ഉണ്ടെന്നാ പറയണത്. അന്വേഷണ സംഘം അവര് കണ്ടെത്തിയതാണ്. ഈ നാരായണദാസിനെ അവൻ ഒഴിവിൽ പോവാനായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട് അവര് പറഞ്ഞിട്ട് അറിയുന്നതാണ്, ഞങ്ങൾക്കറിയില്ല. അപ്പൊ അവനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് 2-3 പ്രാവശ്യം വിളിച്ചിട്ട് അവൻ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അവന്റെ മൊബൈൽ ഷോപ്പ് പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അവനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്ന് അറിയില്ല. ശരിക്കും ഇത് മരുമോളുടെ ആവശ്യമായിരുന്നു. ശരിക്കും ലിവിയ പറയുന്നത് ആൾക്ക് ഒറ്റയ്ക്ക് തോന്നിയ കാര്യമാണ്,
ഒറ്റയ്ക്ക് തീരുമാനമെടുത്തതാണ്, ചേച്ചി ഇല്ല എന്നാണ് പറയുന്നത്. അത് അവള് പറയണത് കള്ളമാണ്. അവൾക്ക് മാത്രം എന്നെ ചതിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ അവളും തമ്മിൽ ഒരു ഇഷ്യൂ ഇല്ല. മരുമോൾക്ക് എന്നെ ഒഴിവാക്കണം. അപ്പോൾ ചേച്ചിയും അനിയത്തിയും കൂടി അപ്പം എനിക്ക് സംശയം വരാൻ തലേ ദിവസം ഇവർ കുറേ നേരം ഫോൺ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ 2 പേരും കൂടിയിട്ടാണ് വൈകിട്ട് എൻ്റെ വണ്ടി എടുത്തിട്ട് പോയത്, ഇവർ 2 പേരും. പിന്നെ ജയിലിലൊക്കെ കാണാൻ വന്ന സമയത്ത് മരുമോളും എൻ്റെ മോനും എന്നെ ജാമ്യം എടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായില്ല. അങ്ങനെയൊക്കെ. പിന്നെ ഇവർ ജയിലിലേക്ക് വരുമ്പോൾ എന്നെ അങ്ങോട്ട് നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ട് എന്നെ അങ്ങോട്ട് തളർത്താനുള്ള ഓരോരോ ഇത് എന്നോട് വന്ന് പറയുമായിരുന്നു. എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ പിടിച്ച സമയത്ത് വാർത്തയൊക്കെ ഭയങ്കര വൈറലായില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇവർ വന്ന് പറയും മമ്മീന് ആവശ്യമില്ലാണ്ട് അവിടെ ഉള്ളവർ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ എന്നോട് പറയാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സുകൾ തന്നെ എന്നെ വന്ന് കുറ്റപ്പെടുത്താറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതൊക്കെ കേട്ട് ഞാൻ, പക്ഷെ എൻ്റെ ഇത് ജാമ്യം കിട്ടി വന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ മോനെയും മരുമോളെയും അവർ കണ്ടിട്ടും കൂടി ഇല്ലാണ്. അവർ പറയുന്നത് ഞങ്ങൾ എന്നും വിശ്വസിക്കില്ല, നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവർ ഓരോരുത്തരോട് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവർ വാദിച്ച് നിന്നിട്ടുള്ളൂ. ജാമ്യം കിട്ടി വന്ന് എല്ലാവരും എന്നെ കാണാൻ വന്നിട്ടുണ്ടായി. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് എല്ലാവരും നല്ല ബന്ധത്തിലാണ്. എന്നെ ഇതുവരെ അവർ ഈ സംഭവം നടന്നിട്ടും എന്നെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു ബ്യൂട്ടി പാർലറായിരുന്നു അല്ലേ? അതിനുശേഷം പിന്നെ അത് പൂട്ടേണ്ടി വന്നു. ജീവിതത്തിൽ ഒരുപാട് 72 ദിവസം ജയിലിൽ കടന്നു, ഒന്നും അറിയാതെ തന്നെ. ഇതൊക്കെ ഒരുപാട് വേദനയിലൂടെ കടന്നുപോയൊരു സമയമായിരുന്നു ആ സമയങ്ങളിലെല്ലാം. അതിനുശേഷം പിന്നീട് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയായിരുന്നു ചാലക്കുടിയിൽ അല്ലേ? അത് പക്ഷെ പൂട്ടേണ്ടതായിട്ട് വന്നു. അത് രണ്ടാമത് തണലിന് പറഞ്ഞ മലപ്പുറം കൽപ്പകഞ്ചേരിയിലെ അവരാണ് എൻ്റെ ഈ ന്യൂസ് കേട്ടിട്ട് അവരാണ് വന്ന് എനിക്ക് തുടങ്ങി തന്നത് അത് രണ്ടാമതും തുടങ്ങി. പിന്നെ ഈ കേസ് തെളിഞ്ഞിട്ടുണ്ടായില്ലല്ലോ. അപ്പൊ പിന്നെ പലരുടെയും കുറ്റപ്പെടുത്തലുകൾ അവിടെ അടുത്തുള്ളവർ തന്നെ, അതായത് അതിൻ്റെ മുമ്പ് എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളവര് എന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുള്ള, നിരപരാധിയാണെന്ന് അറിഞ്ഞ് തിരിച്ചു വന്നിട്ടും വീണ്ടും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ആളുകളുടെ. എനിക്കിപ്പോ പാർലറിൽ വരുന്നവരോട് എന്നെ പരിചയമുള്ള കസ്റ്റമറൊക്കെ എന്നോട് വരുമായിരുന്നു. അവർക്ക് അറിയാമല്ലോ എന്നെ കുറിച്ച്, അവരൊക്കെ എന്നെ അന്വേഷിച്ചിട്ട് വരുമായിരുന്നു. പക്ഷെ അവർ വരുന്നവരോട് ഇവരിങ്ങനെ ആവശ്യമില്ലാതൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ മാനസികമായിട്ട് ജയിലിൽ അനുഭവിച്ചതിനെ വിட ഞാൻ അവിടെ ആ പാർലറിലുള്ള സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എനിക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടായി. അപ്പം ഇത് വർക്ക് കുറവായിരുന്നു, വാടക രണ്ടാമതും തുടങ്ങിയത് വാടക കൂടുതലായിരുന്നു. അപ്പം എനിക്കത് വാടക കൊടുക്കാൻ പറ്റാതായി. പിന്നെ ഹസ്ബൻഡിനൊന്നും സുഖം ഉണ്ടായില്ല. അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് തകർന്നൊരു ഇതായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് മാറി നിൽക്കണം. പിന്നെ കുറച്ച് നമുക്കിപ്പോൾ ഒരു സാലറി കിട്ടിയെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഞാൻ ആ പാർലർ അവർ തണലുകാരോട് വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ പറ്റണില്ല ആർക്കെങ്കിലും. അപ്പോൾ അവർ പറഞ്ഞു ആർക്കെങ്കിലും കൈമാറിയിട്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് വേറൊരാൾക്ക് അത് കൈമാറിയിട്ട് ഞാൻ ചെന്നൈയിൽ ഒരു ഡേ കെയറിലായിരുന്നു 6 മാസം. അപ്പം എനിക്ക് ഒന്ന് മാറി നിൽക്കുമ്പോൾ മനസ്സിനും ഒരു, അപ്പോൾ അത് കൊച്ചുങ്ങളുടെ കൂടെയൊക്കെ ആയപ്പോൾ ഒരു ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 6 മാസം അവിടെ ഉണ്ടായി. പിന്നെ കേസിൻ്റെ ഇതിനും പിന്നെ ഹസ്ബൻഡിന് സുഖം ഉണ്ടായില്ല. അങ്ങനെയൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വന്നതാണ്. ഏകദേശം 2 വർഷത്തോളം ഇവരെ പിടിക്കാനായിട്ട് എടുത്തു സമയം അല്ലേ? ഈ ഒരു സമയം മൊത്തം എങ്ങനെയായിരുന്നു ലൈഫിൽ പോയത്? കാരണം എന്ന് വെച്ചാൽ നിരപരാധിയും തെളിഞ്ഞു, പക്ഷേ ആരാണ് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പോഴും പോലീസ് പിടിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും മാധ്യമങ്ങളൊക്കെ പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ ചർച്ചയിലൊക്കെ വന്നിരുന്നു, പക്ഷെ അത് സാധിച്ചിരുന്നില്ല. പിന്നീടാണ് സാധിക്കുന്നത്. അപ്പോൾ ആ സമയമൊക്കെ എങ്ങനെയാണ് കടന്നുപോയത്? അത് എങ്ങനെയാണ് പറഞ്ഞെങ്കിൽ ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കും, എന്നെ അറിയണവർ ഇതെന്തിനാ ചെയ്തത്. അപ്പോൾ എന്നെക്കുറിച്ച് അറിയണവർക്ക് അറിയാം, അറിയാത്തവർ പലവരും എന്നോട് എന്തിനു വേണ്ടിയാണ് ചെയ്തത്, നിസാര ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവും. പക്ഷെ എനിക്ക് പറയാൻ വാക്കുകൾ, ഞാൻ എന്താ പറയുക, പറഞ്ഞെങ്കിലും ആരും വിശ്വസിക്കില്ല. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നെ മടുത്തു ഓരോരുത്തരോടും. ഇല്ല അങ്ങനെയല്ല, കാര്യം ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയേണ്ടി വന്ന ഒരവസ്ഥ. പിന്നെ അതൊക്കെ അങ്ങനെ കുറേ വിഷമങ്ങൾ. പിന്നെ സ്ഥാപനം നഷ്ടപ്പെട്ടത്, കുടുംബം തന്നെ. ഇപ്പം ഞാനും മോനും ഞങ്ങളടങ്ങിയ ഫാമിലി, നമുക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു ഞങ്ങളുടെ ജീവിതം. നമ്മൾ ആരോടും ഒരു ഉപദ്രവത്തിനും പോവാതെ ഞങ്ങളുടെ ഒരു ജീവിതം നല്ലതായിരുന്നു. പിന്നെ ഇത് വന്നപ്പോൾ മോനെ നഷ്ടപ്പെട്ടു, കുടുംബം രണ്ടായി. പിന്നെ ഞാൻ ചെന്നൈയിൽ പോയി നിൽക്കേണ്ടി വന്നു, ഹസ്ബൻഡ് വേറൊരു സ്ഥലത്ത്, സ്ഥാപനം പോയി, ബന്ധുക്കളുടെ ഇടയിൽ തന്നെ
ഇപ്പൊ ഈ ഇത് നടക്കണ വരയ്ക്കും എന്നെ ഒറ്റപ്പെടുത്തുന്ന ബന്ധുക്കളുണ്ട്. ഇതുവരെ നമ്മളോട് ഒരു വാക്ക് വിളിച്ച്, ഇതിന്റെ മുമ്പൊക്കെ നമ്മൾ നല്ല സ്നേഹത്തിലിരുന്ന ആൾക്കാരാണ്. ഈ സംഭവത്തോടു കൂടി ഒന്ന് വിളിക്കുകയോ ഒന്നും വേണ്ട, ഒരു വാക്ക് വിളിച്ച് നമ്മളോട് ഒന്ന് സമാധാനം ഒരു വാക്ക് പറഞ്ഞെങ്കിൽ മതിയായിരുന്നു. പക്ഷെ ഇതുവരെ നമ്മളെ വിളിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ അത്ര ബന്ധത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോഴേ ആ വിഷമങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അതൊക്കെ മാറി വരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരുടെ അറിഞ്ഞിട്ട് പോലും സമൂഹം കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരെ. പക്ഷെ സപ്പോർട്ട് നിന്നവർ കുറേ പേരുണ്ട് കേട്ടോ. ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും ബന്ധുക്കളിൽ തന്നെ കുറേ പേര് സപ്പോർട്ട് നിന്നവരുമുണ്ട്. ഇപ്പൊ എന്താണ് അവസ്ഥ നിലവില് ജോലി മേഖലയിൽ? ഇപ്പൊ ചെന്നൈ തന്നെയാണോ അതോ? ഇല്ല, ഇപ്പൊ ഇവിടെ നാട്ടിലാണ്. ഇപ്പൊ ജോലിയൊന്നും ഇല്ല. പിന്നെ ചെറിയ ചെറിയ വർക്കൊക്കെ വീട്ടിൽ പോയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡിനൊന്നും സുഖം ഉണ്ടായില്ല. ആൾക്ക് മുട്ട് തേയ്മാനായിരുന്നു. അപ്പോൾ ഒഴിച്ചൽ അങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ടായി. പിന്നെ ഈ കേസിന്റെ ഇതിനു വേണ്ടി അങ്ങനെയൊക്കെ നാട്ടിൽ വന്നതാ. ഇനി എന്താണ് ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഒക്കെ ദൈവം നടത്തണ മാതിരിയാണ് പോണത്. ദൈവത്തിന്റെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ദൈവമാണല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട്. അപ്പൊ ഇനിയുള്ള കാര്യങ്ങളും ദൈവം നോക്കിക്കും. തീർച്ചയായിട്ടും നിരപരാധി എന്ന് അറിഞ്ഞു വന്നെങ്കിൽ കൂടി ഇപ്പോഴാണ് ജനത്തിന് അല്ലെങ്കിൽ ലോകത്തിന് യഥാർത്ഥ ഒരു ചിത്രം തെളിഞ്ഞത്. ആ ഒരു ലഹരി സ്റ്റാമ്പ് ഒറിജിനൽ വാങ്ങി തന്നെ വെക്കുന്നു. ഒരാളുടെ ജീവിതം മുഴുവനായിട്ട് തീർക്കുക, അവസാനിപ്പിക്കുക, ആ ഒരു ചിന്തയിലേക്ക് അല്ലേ? അതാണ് അവർ ചിന്തിക്കണത് നമുക്കും മനസ്സിലാവണില്ലല്ലോ. ഇവരിന്റെ ചിന്ത പോണത് ഇത്രയ്ക്ക് വലിയ ഇത് ചിന്തിക്കാനായിട്ട് പറഞ്ഞു. ഇവര് അന്ന് ചേച്ചി ഈ പറഞ്ഞ ലിവിയ ദുബായിലേക്ക് എന്നാണ് പോകുന്നത്? ഈ കേസ് നിങ്ങൾ അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണോ? അറസ്റ്റ് ഇത് അന്വേഷണം എക്സൈസിനായിരുന്നല്ലോ ആദ്യം ഇത് അന്വേഷിച്ചു കൊണ്ടുണ്ടായിരുന്നു. പിന്നെ ഇത് SITക്ക് കൈമാറി. അപ്പൊ പുതിയ അന്വേഷണ സംഘം വന്നപ്പോ ആൾക്ക് മനസ്സിലായി ഇനി നമ്മൾ കുടുങ്ങും, പിടിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആളത് അങ്ങനെയാണ് വാർത്തയിൽ കേട്ടത്. പിന്നെ നമുക്ക് അവര് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോ എന്താണ് മുന്നോട്ട്? ഇനി മുന്നോട്ട് നമ്മൾ അതിന്റെ മുമ്പ് മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ എന്താവണമെന്ന് അറിയില്ല. അങ്ങനെ അതിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഇല്ലല്ല, അതൊന്നും അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എപ്പോ കിട്ടുമൊന്നും എനിക്ക് അതിനെ. മകനും മകളും ഒളിവിലാണ് അല്ലെ? മരുമകളും അല്ല, മരുമോളും അവിടെ വീട്ടിലുണ്ട്. ആ, മോനാണ് ഇപ്പൊ ഒളിവിലായിരിക്കുന്നത്. ഈ മരുമകളുടെ കേസ് പേരിൽ അപ്പോൾ കേസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല? ഇല്ല. ഇപ്പൊ ഇവള് പറഞ്ഞല്ലോ, ഇവളിപ്പോ ഞാൻ പറഞ്ഞത് ചേച്ചിക്കും അനിയത്തിയും അറിഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷെ ഇവള് സ്വയം കുറ്റം ഏറ്റെടുത്തു. ആരും ഇതിൽ പ്രതിയല്ല, അവളുടെ ഒറ്റ ബുദ്ധിക്ക് തോന്നിയതാണെന്ന അവള് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഇനിയും വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചു. പക്ഷേ എത്ര വന്നാലും 72 ദിവസം ജയിലിൽ കിടക്കുക, 2 വർഷത്തോളം അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുക, ഇതെല്ലാം നമുക്കൊരിക്കലും പറഞ്ഞു തീർക്കാൻ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ആശ്വസിപ്പിക്കുക കാര്യങ്ങളെന്ന് അറിയില്ല. ഇപ്പോഴും നിങ്ങൾ അതിൻ്റെ ദുരിതത്തിലൂടെ തന്നെ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സമൂഹം ആ തരത്തിൽ നോക്കുന്നു. എങ്കിലും ദൈവം വലിയൊരു അത്ഭുതം നിങ്ങളുടെ കാര്യത്തിൽ, ചേച്ചിയുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. അതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ വെച്ചത് ഒറിജിനൽ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ സത്യം ഇപ്പോഴും തെളിയില്ല. ഒരുപക്ഷെ ചേച്ചിക്ക് ഇതുവരെ പറയാൻ പോലും സാധിക്കാത്ത രീതിയിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ പോലും അത്രത്തിൽ വളരെ മോശമായ രീതിയിലേക്ക് സമൂഹം മാറ്റിയാണ്. എങ്കിലും അവിടെയെല്ലാം ദൈവം സ്പർശിച്ചു, ദൈവം കൊണ്ടുനടക്കുന്നു. ഇനിയും എന്തായാലും കേസുമായി കാര്യങ്ങളെല്ലാം തെളിയട്ടെ. ജീവിതത്തിലെ കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളെല്ലാം നേരെയാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഇനി ആർക്കും ഇങ്ങനെ ഒരു ഇത് സംഭവിക്കാതിരിക്കട്ടെ. പറഞ്ഞു തീർക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് പക മനസ്സിൽ വെച്ചിട്ട് ചെറിയ തലമുറയോടെയാണ് പറയാനുള്ളത്. ഒരാളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാണ്. ഇപ്പം ഞാൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇതൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ദൈവം എനിക്ക് തന്നു. ഇതൊക്കെ നേടി ഇത്ര കാലം എത്ര അപമാനങ്ങൾ സഹിച്ചെങ്കിലും അതെല്ലാം പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ദൈവം തന്നത് കൊണ്ടാണ് എനിക്ക് അത് നിൽക്കാൻ പറ്റുന്നത്. ചിലവർക്ക് ചിലപ്പോൾ ദുർബലരായ മനുഷ്യരാണെങ്കിൽ അത് പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഒരു ചിലപ്പോൾ ആത്മഹത്യയുടെ വക്കീൽ. ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചതാണ്, ജയിലിൽ പോയ സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആത്മഹത്യനെ കുറിച്ച്. പക്ഷെ അതിൽ നിന്നൊക്കെ ദൈവം എന്നെ തട്ടി മാറ്റി. ആ ചിന്തയിൽ നിന്നൊക്കെ ഇതായി എനിക്ക് ദൈവം കരുത്ത് തന്നു. അപ്പോൾ ഇനിയും ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് യുവജനങ്ങളോടും കൂടിയാണ്, ഇന്നത്തെ തലമുറയോടും കൂടിയാണ്. ഇതേപോലുള്ള കുടുംബ ബന്ധങ്ങളുടെ പേരിലൊക്കെ ഒരാളുടെ ജീവിതം നശിപ്പിക്കുക എന്ന രീതിയിലൊക്കെ വ്യക്തിവൈരാഗ്യങ്ങൾ വളരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ
ഷീല ചേച്ചിയുടെ ഇപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഇതൊരു വലിയൊരു ഇതായിട്ട് ഒരു അഡ്വൈസായിട്ട് ഒരു ഉപദേശമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ആരുടെയും ജീവിതം നമ്മൾ ഇല്ലാതാക്കേണ്ടതല്ല എന്നുള്ളത് തന്നെ. എന്തായാലും ഒത്തിരി നന്ദി ചേച്ചി, ഇത്ര നേരം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംസാരിച്ചതിനും തുറന്ന് സംസാരിച്ചതിനും താങ്ക് യു.